ഏവർക്കും ഹിന്ദി എജുമന്ത്രിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹിന്ദി ഗ്രാമറിലെ വർണ്ണവിചാർ എന്താണെന്ന് നോക്കാം. വർണ്ണവിചാർ കുറച്ച് ലെങ്തി ആയ ചാപ്റ്റർ ആയതുകൊണ്ട് പാർട്ട് 1 പാർട്ട് 2 ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പാർട്ട് 1ൻ്റെ ക്ലാസ്സാണ് ഇപ്പോൾ. ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. വർണ്ണ ക്യാ ഹെ, എന്താണ് വർണ്ണ? वर्ण उस ध्वनि को कहते हैं जिसको और टुकड़े ना हो. आ ई उ इन वर्णों को स्प्लिट नहीं कर सकता. വർണ്ണ എന്നാൽ എന്താണ്? സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയാത്ത ധ്വനികളെയാണ് വർണ്ണ എന്ന് പറയുന്നത്. അതിലെ ആ ഇ ഉ അതിനെയൊന്നും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. വർണ്ണോ കെ സമൂഹ് കോ വർണ്ണമാല कहते हैं. അക്ഷരങ്ങളുടെ കൂട്ടം, വർണ്ണോ കെ സമൂഹം, വർണ്ണങ്ങളുടെ കൂട്ടം, അതിനെ നമുക്ക് വർണ്ണമാല എന്ന് പറയാം. മലയാളത്തിൽ നമ്മൾ അക്ഷരമാല എന്ന് പറയുന്നു. ഹിന്ദി വർണ്ണമാല മേ 44 വർണ്ണ ഹെ, 44 അക്ഷരങ്ങളാണ് ഹിന്ദി വർണ്ണമാലയിൽ ഉള്ളത്. വർണ്ണോ കെ ദോ ഭേദ് ഹെ, വർണ്ണോ കെ ദോ ഭേദ്, അക്ഷരങ്ങളെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. സ്വര ഔർ വ്യഞ്ജൻ, വർണ്ണങ്ങളെ രണ്ടായി തിരിക്കുന്നു. ഏതൊക്കെയാണ്? സ്വര ഔർ വ്യഞ്ജൻ. സ്വർ എന്താണ്? സ്വർ നമുക്ക് ആദ്യമായിട്ട് സ്വർ എന്താണെന്ന് നോക്കാം. എന്താണ് സ്വർ? जिन स्वरों के उच्चारण करते समय हवा मुख में बिना रुके बाहर निकलती है उन्हें स्वर कहते हैं. അതായത് ഏതൊരു അക്ഷരത്തിനെയാണോ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ഹവ, കാറ്റ്, നമ്മുടെ വായിൽ എവിടെയും തട്ടാതെ പുറത്തേക്ക് ആ അക്ഷരങ്ങളെ നമ്മൾ ഉച്ചരിക്കുന്നത്, ആ അക്ഷരങ്ങളെ നമുക്ക് സ്വര എന്ന് പറയാം. അതായത് വായിൽ എവിടെയും ഉച്ചരിക്കുമ്പോൾ, ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായിൽ എവിടെയും തട്ടാതെ പുറത്തേക്ക് വരുന്നു, അതാണ് സ്വരാക്ഷരങ്ങൾ. ഹിന്ദി മേ 11 സ്വര വർണ്ണ ഹെ, ഹിന്ദിയിൽ 11 സ്വരാക്ഷരങ്ങളാണുള്ളത്. ഏതൊക്കെയാണത്? ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഓ ഔ, ഇത്ര എണ്ണമാണ് നമ്മുടെ 11 സ്വര അക്ഷരങ്ങളാണ് ഹിന്ദിയിൽ ഉള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട്, ഇപ്പോൾ നമ്മൾ സ്വരങ്ങൾ എന്താണെന്ന് പഠിച്ചു, സ്വര അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു, സ്വര എന്താണെന്നും കൂടെ നമ്മൾ നോക്കി. ഇനി നമുക്ക് സ്വരക്കെ ഭേദ്, സ്വരക്കെ ഭേദ്. സ്വര ദോ പ്രകാർ കെ ഹെ, ഹ്രസ്വ സ്വർ ഔർ ദീർഘസ്വർ, രണ്ടായിട്ട് നമുക്ക് സ്വരനെ വേർതിരിക്കാം. जिन स्वरों के उच्चारण में बहुत कम समय लगता है. അപ്പോൾ നമുക്ക് ആദ്യം ഹ്രസ്വസ്വർ എന്താണെന്ന് നോക്കാം. ക്യാ ഹെ ഹ്രസ്വസ്വർ? ജിൻ സ്വരോं के उच्चारण में, ഏത് സ്വരങ്ങളെയാണോ നമ്മൾ ഉച്ചരിക്കുന്നതിനായിട്ട് ബഹുത് കം സമയം, വളരെ കുറച്ച് സമയം മാത്രം എടുത്ത് ഉച്ചരിക്കുന്ന സ്വരങ്ങളെ ഹ്രസ്വസ്വർ എന്ന് പറയുന്നു. ഈ മൂലസ്വർ ബി कहते हैं, അതിനെ നമുക്ക് മൂലസ്വർ എന്നുകൂടെ പറയാം. ഹ്രസ്വസ്വർ 4 होते हैं. ഹിന്ദിയിൽ 4 ഹ്രസ്വസ്വരങ്ങളാണുള്ളത്. ആ ഇ ഉ ഋ. അപ്പം നമ്മളത് ഉച്ചരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, അധികം സമയമൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഹ്രസ്വസ്വർ വളരെ സമയം കുറച്ച് ഉപയോഗിച്ച് ഉച്ചരിക്കുന്ന സ്വരങ്ങളാണ് ഹ്രസ്വസ്വർ. ഇനി രണ്ടാമത് ദീർഘസ്വർ. എന്താണ് ദീർഘസ്വർ? ക്യാ ഹെ ദീർഘസ്വർ? ജിൻ സ്വരോं के उच्चारण में 2 मात्राएं लगती है उन्हें ദീർഘസ്വർ कहते हैं. അതായത് കുറച്ച് കൂടുതൽ മാത്ര, ദോ മാത്രയെ, 2 മാത്ര നമ്മൾ എടുക്കുന്നതും, അതായത് കുറച്ച് കൂടുതൽ സമയം എടുത്ത് ഉച്ചരിക്കുന്ന സ്വരങ്ങളെയാണ് ദീർഘസ്വർ എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഉണ്ടല്ലേ ദീർഘസ്വർ. ദീർഘസ്വർ 7 ഹോത്തെ. ഹിന്ദിയിൽ 7 ദീർഘസ്വരങ്ങളാണുള്ളത്. ആ ഈ ഉ എ ഐ ഓ ഔ. അപ്പം അതൊക്കെ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ഉച്ചരിക്കുന്നത്, അതിനെ ദീർഘസ്വർ എന്ന് പറയുന്നു. അപ്പോൾ സ്വരങ്ങൾ 2 തരത്തിലാണുള്ളത്, ഹ്രസ്വസ്വർ, ദീർഘസ്വർ. ഇനി നമുക്ക് സ്വരക്ക് മാത്രായി. അപ്പോൾ ഈ സ്വരനെല്ലാം മാത്രകളുണ്ട്. ആ മാത്ര എന്നാൽ എന്താ? സ്വരോं के निश्चित चिन्ह जो व्यंजनों के साथ मिलाकर लिखे जाते हैं उन्हें मात्रा कहते हैं. അതായത് സ്വരങ്ങൾക്ക് എല്ലാത്തിനും ഓരോ ചിഹ്നങ്ങളുണ്ട്, അല്ലാതെ നമുക്ക് വ്യഞ്ജനങ്ങളുടെ കൂടെ അത് ചേർത്ത് നമുക്ക് വേർഡ്സ് ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മൾ ഓരോ ചിഹ്നങ്ങളാണ് വ്യഞ്ജനങ്ങളുടെ കൂടെ ചേർക്കുന്നത്. അങ്ങനെ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് വേണ്ടി അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് സ്വരങ്ങളുടെ ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ആ മുതൽ അഹ വരെയുള്ള സ്വരങ്ങളുടെ മാത്ര എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ട്. എല്ലാവരും
നോക്കിക്കോളൂ. അതിൽ ഫോർ ആ ദർ ഈസ് നോ മാത്ര, അതായത് ആ എന്ന അക്ഷരത്തിന് മാത്ര, സ്വരന് മാത്ര ഇല്ല. ഓക്കെ, ഇനി നമുക്ക് മാത്ര എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് അടുത്തതായിട്ട് അനുനാസിക സ്വര്, അതായത് സ്വരിൽ തന്നെ അനുനാസിക സ്വരുണ്ട്, അതെന്താണെന്ന് നോക്കാം. അനുനാസിക സ്വർ എന്നാൽ എന്താ? क्या है अनुनासिक स्वर? जो स्वर मुख और नाक से बोले जाते हैं वे अनुनासिक स्वर कहते हैं. इसका चिन्ह चंद्रबिंदु है. ചന്ദ്രബിന്ദു ആണ് അനുനാസിക സ്വരന്റെ ചിഹ്നം. അത് ചന്ദ്രകല എന്ന് പറയും. ജോ സ്വര മുഖ ഓർ നാക്ക് സേ ബോലെ ജാത്തെ, നമ്മൾ വായും നാക്ക് മൂക്കും ഒരുമിച്ച് ഉപയോഗിച്ച് ഉച്ചരിക്കുന്ന സ്വരാണ് അനുനാസിക സ്വര എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഉണ്ടല്ലേ അനുനാസിക സ്വര. അതിൻ്റെ ചിഹ്നം ചന്ദ്രബിന്ദു ആണ്. രണ്ടാമതായി അനുസ്വാർ. ക്യാ ഹെ അനുസ്വാർ? जिस स्वर का उच्चारण करते समय हवा नाक से निकलती है उसे अनुस्वार कहते हैं. इसका चिन्ह बिंदु है. അപ്പോൾ അനുസ്വാർ എന്താണ്? ഏത് സ്വരാണോ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ഹവ നാക്ക് സേ നികൽത്തെ, മൂക്കിലൂടെ മാത്രം ഉച്ചരിക്കുന്ന ആ സ്വര ആണ് അനുസ്വാർ എന്ന് പറയുന്നത്. നമ്മൾ അനുനാസിക പറഞ്ഞാൽ മൂക്കും വായും ഒരുമിച്ച് ഉപയോഗിച്ച് ഉച്ചരിക്കുന്നു. അനുസ്വാറിൽ മൂക്ക് മാത്രം. അതായത് ഇസ്ക ചിഹ്ന ബിന്ദു ഹെ, അതിൻ്റെ ചിഹ്നം എന്താണ്? ബിന്ദു, ഡോട്ടാണ്. ഇനി മൂന്നാമതായി വിസർഗ്. जब किसी स्वर अथवा व्यंजन के बाद हा की ध्वनि लगे तब उसे विसर्ग से सूचित किया जाता है. അതായത് സ്വര അല്ലെങ്കിൽ വ്യഞ്ജനത്തിന് ശേഷം ഹാ കി ധ്വനി, ഹാ എന്നുള്ള ധ്വനിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് വിസർഗ് എന്ന് പറയുന്നത്. ഈ വിസർഗ് സംസ്കൃതത്തിലാണ് കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. അതഹ എന്നൊക്കെ പറയുമ്പോൾ ആ രണ്ട് ഡോട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ് വിസർഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വ്യഞ്ജൻ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ സ്വരം എന്താണെന്ന് നോക്കി അല്ലേ? ഹ്രസ്വസ്വർ, സ്വർക്ക് ദോ ഭേദ ഹെ, ഹ്രസ്വസ്വർ ഓർ ദീർഘസ്വർ, പിന്നെ അതുപോലെ അനുനാസിക സ്വർ, അനുസ്വാർ, വിസർഗ്, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി അടുത്തതായിട്ട് വ്യഞ്ജൻ എന്താണെന്ന് നോക്കാം. എന്താണ് വ്യഞ്ജൻ? जिन वर्णों के उच्चारण स्वरों की सहायता से किया जाए तथा हवा कंठ से निकलकर मुंह में रुककर बाहर आए उन्हें व्यंजन कहते हैं. हिंदी में 33 व्यंजन है. अदायद നോക്കിക്കേ, जिन वर्णों के उच्चारण स्वरों की सहायता से किया जाए, ഏത് അക്ഷരങ്ങളുടെയാണോ ഉച്ചാരൻ സ്വരത്തിൻ്റെ സഹായത്തിലൂടെ, സ്വരാക്ഷരങ്ങളുടെ സഹായത്തോടെ ഉച്ചരിക്കുന്നതും, അതുപോലെ തന്നെ ഹവ കണ്ട് സേ നികൽക്കർ മൂഹുമേ രുക്കർ ബാറായി, നമ്മൾ ഈ വ്യഞ്ജനാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ കാറ്റ് തൊണ്ട മുതൽ, കണ്ടെന്ന് വെച്ചാൽ തൊണ്ട, ത്രോട്ട്, തൊണ്ട മുതൽ വായുടെ പല ഭാഗത്ത് സ്പർശിച്ച് പുറത്തേക്ക് വരുന്നു. അതിനെ നമുക്ക് വ്യഞ്ജൻ എന്ന് പറയാം. വ്യഞ്ജൻ എന്നാൽ എന്താണ്? ഉച്ചരിക്കുന്ന സമയത്ത് സ്വരങ്ങളുടെ സഹായത്തോടെ कंठ से निकलकर मुंह में रुककर बाहर आ जाने वाले वर्णों को व्यंजन कहते हैं. ഹിന്ദി में 33 വ്യഞ്ജൻ ഹെ. ഹിന്ദിയിൽ 33 വ്യഞ്ജനാക്ഷരങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ, ട, ഠ, ഡ, ഢ, ണ, ത, ഥ, ദ, ധ, ന, പ, ഫ, ബ, ഭ, മ, യ, ര, ല, വ, ശ, ഷ, സ, ഹ. ഇത്രയാണ് ഹിന്ദിയിലെ വ്യഞ്ജനാക്ഷരങ്ങൾ. ഇനി വ്യഞ്ജൻ കെ ഭേദ്. വ്യഞ്ജൻ കെ ഭേദ്, വ്യഞ്ജനാക്ഷരങ്ങളെ നമുക്ക് व्यंजन के भेद 3 ഭാഗോं में വ്യഞ്ജനോं को വിഭാജിത किया गया है. മൂന്നായിട്ട് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളെ തിരിക്കാം. ഏതൊക്കെയാണ്? സ്പർശവ്യഞ്ജൻ, അന്തസ്ഥ വ്യഞ്ജൻ, ഊഷ്മവ്യഞ്ജൻ. ഇനി നമുക്ക് എന്താണ് സ്പർശവ്യഞ്ജൻ എന്ന് നോക്കാം. എന്താണ് സ്പർശവ്യഞ്ജൻ? സ്പർശ का अर्थ छूना होता है അല്ലേ? സ്പർശ എന്ന് പറയുമ്പോൾ തന്നെ തൊടുക, സ്പർശിക്കുക എന്നുള്ളതാണ്. जिन व्यंजनों का उच्चारण करते समय हवा मुंह के किसी न किसी भाग का स्पर्श करके बाहर आती है उन्हें स्पर्श व्यंजन कहते हैं. അതായത് ഏതൊരു വ്യഞ്ജനാക്ഷരങ്ങളെയാണോ ഉച്ചരിക്കുന്ന സമയത്ത് കാറ്റ് മുഹക്കെ കിസീന കിസി ഭാഗക്ക, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ വായിലേക്ക് കാറ്റ് പോകുന്നു അല്ലേ? ഹവ
പോകുന്നു. അപ്പോൾ പല ഭാഗത്തായി സ്പർശിച്ച് പുറത്തേക്ക് വരുന്നു. ആ വ്യഞ്ജനാക്ഷരങ്ങളെയാണ് സ്പർശവ്യഞ്ജൻ എന്ന് പറയുന്നത്. ഉन्हें स्पर्श व्यंजन कहते हैं. इसे 5 भागों में बांटा जा सकता है. 5 ഭാഗങ്ങളായിട്ട് നമുക്ക് വിഭജിക്കാം. അത് കവർഗ്, ചവർഗ്, ടവർഗ്, തവർഗ്, പവർഗ് എന്ന് പറയാം. കാസേ ങാതക് കവർഗ്, ചാസേ ജ്ഞാതക് ചവർഗ്, ടാസേ നാതക് ടവർഗ്, താസേ ജ്ഞാതക് തവർഗ്, പാസേ മാതക് പവർഗ്. അതാണ് 5 ആയിട്ട് നമുക്ക് ഈ സ്പർശവ്യഞ്ജനെ തിരിക്കാം. ഇനി നമുക്ക് രണ്ടാമതായിട്ട് അന്തസ്ഥ വ്യഞ്ജൻ എന്താണെന്ന് നോക്കാം. എന്താണ് അന്തസ്ഥ വ്യഞ്ജൻ? അന്തഹ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് ഭീതർ, അകത്ത് എന്നുള്ളത്. ഐസേ വ്യഞ്ജൻ ജോ उच्चारण करते समय हमारे मुख के भीतर ही रह जाते हैं വേ വ്യഞ്ജൻ അന്തസ്ഥ വ്യഞ്ജൻ कहलाते हैं. എന്താണ്? ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ വായുടെ അകത്ത് തന്നെ കാറ്റ് തടഞ്ഞു നിൽക്കുന്നു, അകത്ത് തന്നെ നിൽക്കുന്നു. അങ്ങനെ അകത്ത് തന്നെ ആ കാറ്റ് നിന്ന് ഉത്ഭവിക്കുന്ന ഉച്ചരിക്കുന്ന വ്യഞ്ജനങ്ങളെയാണ് അന്തസ്ഥ വ്യഞ്ജൻ എന്ന് പറയുന്നത്. യ, ര, ല, വ ആദി 4 വ്യഞ്ജൻ അന്തസ്ഥ വ്യഞ്ജൻ कहलाते हैं. ഈ യ, ര, ല, വ ഇത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ എവിടെയും സ്പർശിക്കാതെ അകത്ത് തന്നെ കാറ്റ് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ്, നിങ്ങളൊന്ന് ഉച്ചരിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് മൂന്നാമതായി ഊഷ്മ വ്യഞ്ജൻ എന്താണെന്ന് നോക്കാം. ഊഷ്മക അർത്ഥ ഗരം ഹോത്താ ഹെ അല്ലേ? ഊഷ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഗരം, ചൂട്. പേരിൽ തന്നെ ഉണ്ടല്ലേ ഊഷ്മ. ഊഷ്മ വ്യഞ്ജൻ എന്താണ്? ഊഷ്മക അർത്ഥ ഗരം. ഊഷ്മ എന്ന് പറഞ്ഞാൽ ഗരം, ചൂട്. ऐसे वर्ण जिनका उच्चारण करते समय वायु मुख से रगड़ खाकर निकलती है और ऊष्मा अर्थात गर्मी पैदा हो जाती है तो उसे ऊष्म व्यंजन कहलाते हैं. എന്താണ് ഊഷ്മ വ്യഞ്ജൻ? जिनका उच्चारण करते समय वायु കാറ്റ് मुख से रगड़ खाकर निकलती है और ऊष्मा अर्थात गर्मी पैदा हो जाती है. വായിൽ തട്ടി അത് ഒരു സ്ട്രെസ്സായി തട്ടി അവിടെ ഒരു ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഫീൽ ചെയ്ത് പുറത്തേക്ക് വരുന്ന വ്യഞ്ജനാക്ഷരങ്ങളാണ് ഊഷ്മ വ്യഞ്ജൻ എന്ന് പറയുന്നത്. ഷ, ഷ, സ, ഹ ആദി 4 വ്യഞ്ജൻ ഊഷ്മ വ്യഞ്ജൻ कहलाते हैं. ഊഷ്മ വ്യഞ്ജൻ ഏതൊക്കെയാണ്? ഷ, ഷ, സ, ഹ. അപ്പം നമ്മളത് ഉച്ചരിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഒരു ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഷ, ഷ, സ, ഹ അല്ലേ? ഒരു ചൂട് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഇതാണ് ഊഷ്മ വ്യഞ്ജൻ. അപ്പം നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. സ്പർശവ്യഞ്ജൻ, അന്തസ്ഥ വ്യഞ്ജൻ, ഊഷ്മ വ്യഞ്ജൻ. ഇനി അവസാനമായിട്ട് നമുക്ക് സംയുക്ത വ്യഞ്ജൻ എന്താണെന്ന് നോക്കാം. വ്യഞ്ജനാക്ഷരങ്ങളിൽ തന്നെ ഉൾപ്പെടുന്നതാണ് സംയുക്ത വ്യഞ്ജൻ. പേരിൽ തന്നെ ഉണ്ട് അല്ലേ സംയുക്ത എന്ന് വെച്ചാൽ എന്താ? കൂടിച്ചേരൽ. ऐसे व्यंजन जो 2 या 2 से अधिक व्यंजनों के मेल से बनते हैं വേ സംയുക്ത വ്യഞ്ജൻ कहलाते हैं. അതായത് 2 അതിലധികമോ വ്യഞ്ജനങ്ങൾ ചേർന്ന്, വ്യഞ്ജനാക്ഷരങ്ങൾ 2 അതിലധികമോ വ്യഞ്ജനാക്ഷരങ്ങൾ ചേർന്ന് ഉണ്ടാവുന്ന വ്യഞ്ജനങ്ങളാണ് സംയുക്ത വ്യഞ്ജൻ എന്ന് പറയുന്നത്. അതായത് 2 അതിലധികമോ അക്ഷരങ്ങൾ ചേർന്ന്, അതും വ്യഞ്ജനാക്ഷരങ്ങൾ ചേർന്ന് സംയുക്ത വ്യഞ്ജൻ ഉണ്ടാവുന്നു. എന്തൊക്കെയാണ് സംയുക്ത വ്യഞ്ജൻ? ക്ഷ, ത്ര, ഖ്യ, സ്ര ആദി സംയുക്ത വ്യഞ്ജൻ ഹെ. ഇത് ഈ 4 നമ്മുടെ സംയുക്ത വ്യഞ്ജൻ എന്ന് പറയുന്നത്. അതിൽ ക്ഷ എന്ന് പറയുമ്പോൾ ക് പ്ലസ് ഷ പ്ലസ് ഷ് പ്ലസ് ആ. അതിൻ്റെ ഉദാഹരണം രക്ഷക്. ത്ര എന്നാൽ ത് പ്ലസ് ര് പ്ലസ് ആ, പവിത്രത. ഖ്യ എന്നാൽ ജ് പ്ലസ് ഞ പ്ലസ് ആ എന്നാൽ അതിൻ്റെ വിജ്ഞാൻ. സ്ര എന്നാൽ ഷ് പ്ലസ് ര് പ്ലസ് ആ എന്നാണ്. ഇത് 3 ചേർന്നാണ് സ്ര ഉണ്ടായിരിക്കുന്നത്, ശ്രാവൺ. ഇപ്പം മനസ്സിലായില്ലേ? ഈ 4 സംയുക്ത അക്ഷരങ്ങളും പല വ്യഞ്ജനങ്ങൾ കൂടി ചേർന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് സംയുക്ത വ്യഞ്ജൻ എന്നാൽ? 2 या 2 से अधिक व्यंजनों के मेल, 2 അതിൽ കൂടുതലോ വ്യഞ്ജനാക്ഷരങ്ങൾ ചേർന്നുണ്ടാവുന്നതാണ് സംയുക്ത വ്യഞ്ജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായില്ലേ? സ്വര എന്താണ്, വ്യഞ്ജൻ എന്താണ്, സ്വര കെ ഭേദ് ക്യാ ക്യാ ഹേ, വ്യഞ്ജൻ കെ ഭേദ് ക്യാ ക്യാ ഹേ. ഇതിലെന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ
നിങ്ങൾ സജഷൻസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വർണ്ണവിചാരുടെ പാർട്ട് 2 അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അതുവരേക്കും എല്ലാവർക്കും ധന്യവാദം.